മോഹൻ വർഗീസിലേക്ക് പോയാൽ, ഡോക്ടർ മോഹൻ വർഗീസ് നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇറാന്റെ തന്നെ ഒരു കപ്പലിന് അഭയം നൽകിയിരിക്കുകയാണ്. IRIS ലവാൻ കൊച്ചിയുടെ തീരത്ത് അഭയം തേടിയിരിക്കുകയാണ്, അതിലെ ജീവനക്കാരുൾപ്പെടെ. ആ ഒരു സാഹചര്യത്തിൽ പോലും അനുമതി കിട്ടിയ ഇന്ത്യൻ കപ്പൽ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ ഇന്ത്യൻ നയതന്ത്ര വിഭാഗവും ഒപ്പം തന്നെ IRGCയും രണ്ട് ദിശയിൽ പ്രവർത്തിക്കുന്നു, പലതിലും ഏകോപനമില്ലാതെ പോകുന്നു എന്ന ഒരു സാഹചര്യം ഉടലെടുത്തിട്ടുണ്ടോ? നമുക്കറിയാം, പ്രധാനപ്പെട്ട നേതാക്കളെ ഒക്കെ ഇതിനോടകം തന്നെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അതിനുശേഷം അധികാരം ഏറ്റെടുത്തവരുണ്ട്. ഇതിൽ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരും കനത്ത യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒക്കെയുണ്ട്. അപ്പോൾ ഇന്ത്യ പോലും, ഇന്ത്യൻ കപ്പൽ പോലും ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഇറാനിലെ ഈ ആഭ്യന്തര പ്രശ്നങ്ങളാലും അഭിപ്രായ ഭിന്നതകളാലും ആകുമോ? വാർ മോങ്കേഴ്സ് എന്നൊരു വിഭാഗമുണ്ട് രേണുക. അവർക്കേറെ സന്തോഷം പകരുന്ന കാര്യങ്ങളാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിനാശകാലേ വിപരീത ബുദ്ധി എന്നതാണ് ഇതേക്കുറിച്ച് പറയാൻ സാധിക്കുന്നത്. രണ്ടു കൂട്ടർക്കും, അമേരിക്കയ്ക്കും ഇറാനും ഒരുപോലെ തന്നെ വിപരീത ബുദ്ധി തോന്നിയിരിക്കുന്നു. വിപരീത ബുദ്ധി ആദ്യം ഒരുപക്ഷെ തോന്നിയത് ഈ വെടിനിർത്തൽ ഒരു സാധ്യതയായി കാണാൻ രണ്ടു പക്ഷവും ശ്രമിച്ചില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനെതിരെയുള്ള ഉപരോധം തുടരുമ്പോഴും നാവിക ഉപരോധത്തിൽ ചെറിയ ഇളവുകൾ വരുത്താമായിരുന്നു. ഇറാൻ പൂർണ്ണമായി ഹോർമോസ് തുറന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും അമേരിക്കയുടെ നാവിക ഉപരോധം തുടരുന്ന ഒരു അന്തരീക്ഷത്തിൽ തങ്ങൾ ഏകപക്ഷീയമായി ഹോർമോസ് തുറന്നു കൊടുത്തിട്ട് കാര്യമില്ല എന്ന ചിന്തയിൽ ഇറാൻ എത്തി നിന്നു. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം, ഇത് പ്രാവർത്തികമാകണമെങ്കിൽ, ലോകരാജ്യങ്ങൾ ഒന്ന് ഭയക്കണമെങ്കിൽ, അമേരിക്കയ്ക്ക് മേൽ യൂറോപ്യൻ കമ്മ്യൂണിറ്റി ഉൾപ്പെടെ സമ്മർദ്ദം ചെലുത്തണമെങ്കിൽ ഹോർമൂസിലൂടെ ഒരു കപ്പലും കടന്നു പോകാൻ പാടില്ല. അത് സുഹൃത്ത് രാജ്യമെന്നോ ശത്രുരാജ്യമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ കപ്പലുകളെയും തടഞ്ഞു നിർത്തുക. അങ്ങനെ ഇത് ബന്ദ് ദിവസങ്ങളിലൊക്കെയുള്ള ആദ്യ പ്രതികരണങ്ങൾ അല്ലേ, രാഷ്ട്രീയ കക്ഷികൾ ബന്ദ് പ്രഖ്യാപിക്കുമ്പോൾ ആദ്യ മണിക്കൂറുകളിൽ വളരെ ശക്തമായ ബന്ധായിരിക്കും. പിന്നെ കുറച്ചൊക്കെ അയവ് വന്ന് അങ്ങ് മാറും. അതാണ്. ഇതുപോലെ തന്നെ ആദ്യ നിമിഷങ്ങളിൽ കർശനമായി ഞങ്ങൾക്ക് മുഖം നോക്കേണ്ട കാര്യമില്ല എന്ന് ലോകത്തോട് പറയുന്നത് പോലെ തോന്നുകയാണ്. അവിടെയാണ് വിപരീത ബുദ്ധിയാണ് എന്ന് ഞാൻ പറഞ്ഞത്. നോക്കൂ, ഇവിടെ രേണുക സൂചിപ്പിച്ച ഇന്ത്യ ഇറാൻ്റെ കപ്പലിന് അഭയം നൽകി എന്ന് പറയുമ്പോൾ അതൊരു സിംബോളിക് ജസ്റ്ററാണ്. ഇന്ത്യ നിഷ്പക്ഷ രാജ്യമാണ്. ഇറാനോട് ബന്ധമുണ്ട്, ഇസ്രായേലിനോട് ബന്ധമുണ്ട്, അമേരിക്കയോട് ബന്ധമുണ്ട്, ഗൾഫ് രാജ്യങ്ങളോട് നല്ല ചങ്ങാത്തമുണ്ട്. നമ്മുടെ സാമ്പത്തിക താല്പര്യങ്ങൾ ഗൾഫ് മേഖലയുമായി ബന്ധപ്പെട്ട് കൂടി കിടക്കുന്നു. അതുകൊണ്ട് ഇന്ത്യക്ക് ഏതെങ്കിലും രാജ്യത്തിന് എതിരായോ ഒരു പക്ഷം പിടിച്ചുകൊണ്ടോ ഒരു തീരുമാനമെടുക്കാനാവില്ല. പക്ഷെ അതിനെ ഒരു സാധ്യതയായി കാണേണ്ടതാണ് ഇറാൻ. ലോകം മുഴുവൻ